ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധിയുടെ മുന്നേറ്റത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഉന്നതതല പാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അശ്വിനി വൈഷ്ണവ്. AI-യുടെ ആഗോള സ്വാധീനവും ഭാവി സാധ്യതകളും ചർച്ച ചെയ്ത ഈ പാനൽ ചർച്ചയിൽ അന്താരാഷ്ട്ര നാണയനിധിയുടെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലിന ജോർജിവ നടത്തിയ പരാമർശങ്ങൾക്കുള്ള മറുപടിയായാണ് ഇന്ത്യയുടെ AI മുന്നേറ്റങ്ങളെ മന്ത്രി ശക്തമായി ചൂണ്ടിക്കാട്ടിയത്. ആഗോള AI രംഗത്ത് ഇന്ത്യ രണ്ടാം നിരയിലാണെന്ന IMF-ന്റെ വിലയിരുത്തലിനെ അദ്ദേഹം വ്യക്തമായി നിരാകരിച്ചു. ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ യാഥാർത്ഥ്യത്തെ പ്രതിഫലിക്കുന്നതല്ലെന്നും ഇന്ത്യയുടെ പുരോഗതിയെ അവഗണിക്കുന്നതാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. AI മേഖലയിൽ ലോകമെമ്പാടും ഇതിനകം തന്നെ വലിയ മാറ്റങ്ങൾ ദൃശ്യമാകുന്നുണ്ടെന്നും വികസിത രാജ്യങ്ങൾക്കൊപ്പം ഉയർന്നുവരുന്ന വിപണി സമ്പദ് വ്യവസ്ഥകളും ഈ രംഗത്ത് ശക്തമായ മത്സരക്ഷമത പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ക്രിസ്റ്റലിന ജോർജിവ പാനൽ ചർച്ചയിൽ പറഞ്ഞു. സൗദി അറേബ്യയെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയ അവർ വിവരസാങ്കേതിക രംഗത്ത് ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഇന്ത്യയും ഇത്തരത്തിലുള്ള മുന്നേറ്റ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണെന്ന് കൂട്ടിച്ചേർത്തു. അതേസമയം താഴ്ന്ന വരുമാനവും ഇടത്തരം വരുമാനവുമുള്ള നിരവധി രാജ്യങ്ങൾ ഇപ്പോഴും AI മുന്നേറ്റത്തിൽ പിന്നിലാണെന്നും IMF മേധാവി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണെന്നും AI മേഖലയിലും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും പാനൽ ചർച്ചയിൽ പങ്കെടുത്ത മറ്റൊരു വിദഗ്ധനും അഭിപ്രായപ്പെട്ടു. എന്നാൽ AI-യുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അമേരിക്കയും ചൈനയും ഉൾപ്പെടുന്ന മുൻനിര ഗ്രൂപ്പിന് പിന്നാലെ വരുന്ന രണ്ടാമത്തെ വിഭാഗത്തിലാണ് ഇന്ത്യ ഉൾപ്പെടുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഈ വർഗീകരണം പൂർണ്ണമായും തെറ്റാണെന്ന് അശ്വിനി വൈഷ്ണവ് തുറന്നടിച്ചു. ഇന്ത്യയുടെ AI തന്ത്രം വളരെ സമഗ്രവും സാങ്കേതിക വിദ്യയുടെ മുഴുവൻ ശൃംഖലകളെയും ഉൾക്കൊള്ളുന്നതാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. AI-യുടെ ഗവേഷണം, വികസനം, പ്രയോഗം, വ്യാപനം എന്നിങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഇന്ത്യ ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ രാജ്യം രണ്ടാമത്തെ ഗ്രൂപ്പിലല്ല മറിച്ച് മുൻനിരയിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സ്വതന്ത്ര ആഗോള അക്കാദമിക് റാങ്കുകളെ ആധാരമാക്കി IMF നടത്തിയ വിലയിരുത്തലുകളുടെ വിശ്വാസ്യതയും മന്ത്രി ചോദ്യം ചെയ്തു. സ്റ്റാൻഫോർഡ് സർവകലാശാല പുറത്തിറക്കിയ AI ഇൻഡെക്സ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് AI വ്യാപനത്തിലും തയ്യാറെടുപ്പുകളിലും ഇന്ത്യ ലോകത്ത് 3-ാം സ്ഥാനത്തും AI വൈദ്യത്തിന്റെ കാര്യത്തിൽ 2-ാം സ്ഥാനത്തുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിനാൽ AI രംഗത്ത് ഇന്ത്യ രണ്ടാം നിരയിലാണെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും രാജ്യം വ്യക്തമായും മുൻനിരയിൽ തന്നെയാണെന്നും അശ്വിനി വൈഷ്ണവ് ആവർത്തിച്ചു. എന്റർപ്രൈസ് തരത്തിലുള്ള ആവശ്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ പ്രയോജനപ്പെടുത്തിയും വിവിധ മേഖലകളിലുടനീളം അനുയോജ്യമായ AI ആപ്ലിക്കേഷനുകൾ വ്യാപകമായി വിന്യസിച്ചും AI അധിഷ്ഠിത സേവനങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ വിതരണക്കാരായി ഇന്ത്യ മാറാൻ ശേഷിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. AI-യുടെ വ്യാപനത്തിന് മുൻഗണന നൽകുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കുന്നതെന്നും AI-യുടെ നേട്ടങ്ങൾ വ്യവസായങ്ങളിലുടനീളം വ്യാപിപ്പിക്കുകയും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിച്ചേരുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു. 21-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വിപ്ലവകരമായ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഒന്നാണ് കൃത്രിമ ബുദ്ധി. മനുഷ്യബുദ്ധിയെ അനുകരിച്ച് പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന ഈ സാങ്കേതിക വിദ്യ ലോകത്തിന്റെ എല്ലാ മേഖലകളെയും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങളുടെ മുന്നിൽ ഇന്ന് ഇന്ത്യ ശക്തമായ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. വിപുലമായ IT, വ്യവസായം, കഴിവുള്ള മനുഷ്യവിഭവശേഷി, ശക്തമായ അക്കാദമിക് പശ്ചാത്തലം എന്നിവയാണ് ഇന്ത്യയെ AI രംഗത്ത് മുന്നിലെത്തിച്ചത്. ഇന്ത്യൻ എഞ്ചിനീയർമാരും ഗവേഷകരും ലോകത്തിലെ പ്രമുഖ സാങ്കേതിക കമ്പനികളിൽ നിർണായക സ്ഥാനങ്ങൾ വഹിക്കുന്നു. രാജ്യത്തിനകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ അടിസ്ഥാനമാക്കിയുള്ള നവീകരണങ്ങൾ അവതരിപ്പിച്ച് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. കൃത്രിമ ബുദ്ധിയുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗം ഉറപ്പാക്കുന്നതിലും ഇന്ത്യ ശ്രദ്ധ ചെലുത്തുന്നു. ഡാറ്റ സുരക്ഷ, സ്വകാര്യത എന്നിവ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇത് ഇന്ത്യയെ വെറും സാങ്കേതിക ഉപയോക്താവായി മാത്രമല്ല ആഗോളതലത്തിൽ AI നയിക്കുന്ന രാജ്യമായി മാറ്റാൻ സഹായിക്കും. കൃത്രിമ ബുദ്ധിയുടെ മുന്നേറ്റത്തിൽ ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ ശക്തമായ സ്ഥാനമാണ് കൈവരിച്ചിരിക്കുന്നത്. സാങ്കേതിക വിദ്യയും മനുഷ്യശേഷിയും നയപരമായ പിന്തുണയും ഒരുമിച്ച് ചേർന്നാൽ ഇന്ത്യക്ക് AI മേഖലയിൽ ലോകത്തിന് മാതൃകയാകാൻ കഴിയും. ഭാവിയുടെ ലോകം രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.